ജനുവരി മാസത്തിൽ അപ്രതീക്ഷിത ഉയരങ്ങളാണ് സ്വർണം കീഴടക്കിയത്. റെക്കോർഡ് വർധനവിന് ശേഷം ജനുവരി 30ഓടെ സ്വർണ്ണവില കുത്തനെ പതിച്ചു തുടങ്ങി. എന്നാൽ ഇപ്പോഴത്തെ വിലയിടിവ് കണ്ട് സ്വർണം ഇനി താഴേക്കെന്ന് ഒരിക്കലും സ്വപ്നം കാണേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ വർഷം വീണ്ടും സ്വർണം റെക്കോർഡ് കുതിപ്പ് നടത്തിയേക്കും. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് തലവനായി കെവിൻ വാർഷിനെ നിയമിക്കാനുള്ള നീക്കങ്ങളാണ് ആഗോള വിപണി പിടിച്ചുകുലുക്കിയത്. വലിയ പലിശ നിരക്ക് കുറയ്ക്കാതെ തന്നെ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തുന്നതിന് ഊന്നൽ നൽകുന്ന വാഷിന്റെ വരവ് വിപണിക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. അതുവരെ വാങ്ങിക്കൂട്ടിയ സ്വർണമെല്ലാം നിക്ഷേപകർ വിറ്റ് തീർത്ത് ലാഭം കൊയ്തത് സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപമെന്ന പെരുമയും കിട്ടു. മാത്രമല്ല, ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ അയഞ്ഞതും സ്വർണ്ണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും വില കുറയുമോ എന്നതാണ് പ്രധാന ചോദ്യം. എന്നാൽ ഇപ്പോഴത്തെ വിലയിടിവ് കണ്ട് സ്വർണം ഇനി താഴേക്കെന്ന് ഒരിക്കലും സ്വപ്നം കാണേണ്ടതില്ലെന്നും വിദഗ്ധർ പറയുന്നു. മാത്രമല്ല, ഈ വർഷം വീണ്ടും സ്വർണം റെക്കോർഡ് കുതിപ്പ് നടത്തുമെന്നും പറയുന്നുണ്ട്. പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ JP മോർഗൻ പോലുള്ളവർ സ്വർണ്ണ പ്രവചനങ്ങൾ തിരുത്തുക കൂടി ചെയ്തിട്ടുണ്ട്. 2026 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $6,300 ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. സെൻട്രൽ ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള തുടർച്ചയായ ആവശ്യം സ്വർണത്തിന്റെ വില വീണ്ടും ഉയർത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്ന പ്രവണത ശക്തി തുടരും. 2026 മാത്രം സെൻട്രൽ ബാങ്കുകൾ ഏകദേശം 800 ടൺ സ്വർണം വാങ്ങുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമീപകാലത്തെ താൽക്കാലികമായ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും യഥാർത്ഥ ആസ്തികൾ പേപ്പർ ആസ്തികളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് തുടരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഡ്യൂഷെ ബാങ്കും സമാനമായ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ഔൺസിന് $6,000 വരെ വില വർദ്ധിക്കാമെന്നുള്ള പ്രവചനമാണ് ഈ നിലവിലുള്ളത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.